ചാത്തന്റെ കഥാലോകം എപ്പിസോഡ് നമ്പർ 7 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഒരു പ്രത്യേക യാത്രയാണ്. നമ്മൾ മനുഷ്യർ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ ജീവിക്കുന്നു. എന്നാൽ നമ്മൾ അറിയുന്നതെല്ലാം ചരിത്രമാണോ? അല്ലെങ്കിൽ ചരിത്രത്തിനപ്പുറം മറഞ്ഞുകിടക്കുന്ന സത്യങ്ങളുമുണ്ടോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും ദുരൂഹമായ 5 കഥകളാണ്. ഈ കഥകൾ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഇന്നുവരെ ഒരു മറുപടി പോലും കിട്ടാത്തവയാണ്. വെൽക്കം ടു ചാത്തന്റെ കഥാലോകം എപ്പിസോഡ് നമ്പർ 7. ഇന്നത്തെ കഥകൾ ഇവയാണ്. 1. ടിബറ്റിലെ മറഞ്ഞ ലൈബ്രറി, മനുഷ്യരാശിയുടെ രഹസ്യം അടങ്ങിയ പുസ്തകങ്ങൾ. 2. ഇന്ത്യയിലെ ശപിക്കപ്പെട്ട ക്ഷേത്രം, രാത്രിയിൽ മാത്രം തുറക്കുന്ന ക്ഷേത്രത്തിന്റെ ദുരൂഹത. 3. പെറുവിലെ നാസ്ക ലൈൻസ്, ആകാശത്തിൽ നിന്നും മാത്രം കാണാൻ കഴിയുന്ന വിചിത്ര വരകൾ. 4. സൈബീരിയയിലെ തുംഗസ്ക സ്ഫോടനം, ഭൂമിയെ ഞെട്ടിച്ച വലിയ സ്ഫോടനം. 5. വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ്, ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ, ആർക്കും വായിക്കാനാകാത്ത പുസ്തകം. ഈ 5 കഥകളും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, മനുഷ്യരുടെ ചരിത്രം നമ്മൾ പഠിച്ചതിലുപരി വലുതാണ്, രഹസ്യങ്ങൾ നിറഞ്ഞതാണ്. 1. ടിബറ്റിലെ മറഞ്ഞ ലൈബ്രറി, മനുഷ്യരാശിയുടെ രഹസ്യം അടങ്ങിയ പുസ്തകങ്ങൾ. ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതനിര. ഇവിടെ മഞ്ഞുമലകൾക്കിടയിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ദുരൂഹ ലൈബ്രറി ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് വിശ്വാസം. 1920കളിൽ ചില ഗവേഷകർ ഒരു ഗുഹ കണ്ടെത്തി. ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ അവർ കണ്ടത് പഴക്കം ചെന്ന പുസ്തകങ്ങളുടെ നിരകൾ. അവയിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ അറിയാത്ത ഒരു ഭാഷയിലാണ്. പുസ്തകങ്ങളിൽ മനുഷ്യരുടെ ജനനം, ഭൂമിയിലെ മാറ്റങ്ങൾ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചില പുസ്തകങ്ങളിൽ കാണിച്ചിരിക്കുന്നത് വിചിത്രമായ ചിത്രങ്ങൾ, ആകാശത്ത് പറക്കുന്ന പ്രകാശമുള്ള വസ്തുക്കൾ, UFO പോലെ തോന്നുന്ന ചിത്രങ്ങൾ. അതിലുപരി ചില രേഖകൾ മനുഷ്യരുടെ DNA കുറിച്ച് വരെ എഴുതിയിരിക്കുന്നു. അതിൽ പറയുന്നത് മനുഷ്യർ വെറും ഭൂമിയിലെ ജീവികൾ മാത്രമല്ല, വിവിധ ഗ്രഹങ്ങളിൽ നിന്നുള്ള ജനുസുകളുടെ മിശ്രമാണ്. അതായത് നമ്മളുടെ ഉറവിടം ഭൂമിയിലല്ലാതെയും ആകാം. ഗവേഷകർ പറയുന്നത് ഈ ലൈബ്രറി സൂക്ഷിച്ചിരിക്കുന്നത് ചില സന്യാസിമാരാണ്. അവർക്കറിയാവുന്നതായിരുന്നു ഒരിക്കൽ ലോകം മാറും, ശാസ്ത്രജ്ഞർക്ക് പോലും മനസ്സിലാകാത്ത ചില സത്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന്. ഇന്നും ആ ഗുഹ മുഴുവൻ തുറന്നു കാണപ്പെട്ടിട്ടില്ല. അതിലെ പുസ്തകങ്ങളുടെ ഭൂരിഭാഗവും കാണാൻ സാധിക്കാത്തതാണ്. പക്ഷേ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഗവേഷകർ പറയുന്നത് ഒരേ കാര്യം: മനുഷ്യരുടെ ചരിത്രം നമ്മൾ പഠിച്ചതിനേക്കാൾ വളരെ വലുതാണ്. നമ്മുടെ ഉറവിടം സിമ്പിൾ അല്ല. സ്റ്റോറി നമ്പർ 2. ഇന്ത്യയിലെ ശപിക്കപ്പെട്ട ക്ഷേത്രം. ഇന്ത്യ പുരാതന ക്ഷേത്രങ്ങളുടെ നാട്. ഓരോ ക്ഷേത്രത്തിലും ഒരു കഥ, ഒരു രഹസ്യം. രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പുരാതന ക്ഷേത്രമുണ്ട്. പകൽ സമയത്ത് അത് അടഞ്ഞുകിടക്കും. പക്ഷെ രാത്രി ചിലപ്പോൾ ക്ഷേത്രത്തിന്റെ വാതിൽ സ്വയം തുറക്കപ്പെടും എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ഗ്രാമവാസികൾ പറയുന്നത് ആ ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നവർ ഒരിക്കലും തിരികെ വന്നിട്ടില്ല. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ചില ഓഫീസർമാർ ഈ ക്ഷേത്രം അന്വേഷിക്കാൻ ശ്രമിച്ചു. അവർ രാത്രിയിൽ ക്ഷേത്രം തുറന്നപ്പോൾ അവർ കേട്ടത് വിചിത്രമായ ശബ്ദങ്ങൾ, കാണാത്ത ശക്തികളുടെ ചലനം. അവരുടെ കുറിപ്പുകളിൽ എഴുതിയിരുന്നത് അവർക്ക് തോന്നിയത് ക്ഷേത്രത്തിനുള്ളിൽ മറ്റൊരു ലോകം ഉള്ളതുപോലെയാണ്. നാട്ടുകാരുടെ വിശ്വാസം: ഈ ക്ഷേത്രം ഒരു ശക്തനായ പുരോഹിതൻ നിർമ്മിച്ചത്. അദ്ദേഹം തന്റെ ആത്മാവിനെ അവിടെ അടച്ചു വെച്ചു എന്നാണ് കഥ. അതിനാൽ ക്ഷേത്രം ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് വരെ ഗ്രാമക്കാർ ക്ഷേത്രത്തിനടുത്തേക്ക് പോലും പോകാറില്ല. വൈകുന്നേരം 6 കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ ശൂന്യമാകും. ശാസ്ത്രം പറയുന്നത് ഇത് എല്ലാം സ്റ്റോറീസ് അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷൻസ്. പക്ഷെ അവിടെ പോയവരുടെ അനുഭവം മറ്റൊന്നാണെന്ന് പറയുന്നു. എന്താണ് ആ ക്ഷേത്രത്തിനുള്ളിലെ രഹസ്യം? ഒരു ശാപം, അല്ലെങ്കിൽ മറഞ്ഞുപോയൊരു ചരിത്രം? ഇതിന്നും ഒരു ദുരൂഹതയാണ്. സ്റ്റോറി നമ്പർ 3. നാസ്ക ലൈൻസ്. പെറു, ദക്ഷിണ അമേരിക്കയിലെ ഒരു മരുഭൂമി. ഇവിടെ ഭൂമിയിൽ വരച്ച വിചിത്രമായ വലിയ രേഖകളുണ്ട്. 100 കണക്കിന് മീറ്റർ നീളം, ഒരു പക്ഷിയുടെ രൂപം, ഒരു കുരങ്ങിന്റെ രൂപം, പലതരത്തിലുള്ള ആകൃതികൾ എല്ലാം. ആശ്ചര്യം എന്താണെന്നറിയാമോ? ഈ വരകൾ കാണാൻ കഴിയുക വായുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ.
നിലത്തുനിന്ന് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. ചോദ്യം ഇതാണ്: ഇവ ആരാണ് വരച്ചത്? എന്തിനാണ് വരച്ചത്? ചില ഗവേഷകർ പറയുന്നു ഇത് പുരാതന മനുഷ്യർ ദേവന്മാർക്കായി വരച്ചതാണ്, അവർക്ക് ആകാശത്ത് നിന്നും നോക്കാനാകുമെന്ന് കരുതി. മറ്റു ചിലർ പറയുന്നു ഇത് ഏലിയൻ ലാൻഡിംഗ് സ്ക്രിപ്റ്റ്സ് ആണ്, UFOകൾക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള മാർഗചിഹ്നം. ആധുനിക ശാസ്ത്രം ഇന്നും ആശയക്കുഴപ്പത്തിലാണ്. എങ്ങനെയാണ് ഈ പ്രിമിറ്റീവ് ടൂൾസ് മാത്രമുള്ള ആ കാലത്ത് ഇത്രയും വലിയ ഉയരത്തിലുള്ള ആക്യുറേറ്റ് ഫിഗേഴ്സ് വരച്ചത്? കൃത്യമായ മറുപടി ആർക്കും പറയാൻ കഴിയുന്നില്ല. പക്ഷേ നാസ്ക ലൈൻസ് ഇന്നും ലോകത്തിലെ വലിയ ദുരൂഹതകളിൽ ഒന്നാണ്. സ്റ്റോറി നമ്പർ 4: തുംഗസ്ക സ്ഫോടനം. 1908 ജൂൺ 30, സൈബീരിയ. രാവിലെ 7 മണിക്ക് ആകാശത്ത് വലിയൊരു തീപ്പന്ത് പ്രത്യക്ഷപ്പെട്ടു. അതിനു പിന്നാലെ വലിയൊരു സ്ഫോടനം. തികച്ചും 2000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം, 10 ലക്ഷക്കണക്കിന് മരങ്ങൾ എല്ലാം നിലപൊത്തി. എന്നാൽ ആശ്ചര്യം, ഒരു വലിയ ഗർത്തം പോലും ഉണ്ടായില്ല. ശാസ്ത്രജ്ഞർ ആദ്യം കരുതിയത് മീറ്ററോയിഡ് ഇടിച്ചതാണ് എന്ന്, പക്ഷേ ഒന്നും കണ്ടില്ല. പിന്നീട് ചിലർ പറഞ്ഞു ഇത് ഏലിയൻ ടെക്നോളജി ആണെന്ന്, ഒരു എനർജി വെപ്പൺ ടെസ്റ്റ്. സോവിയറ്റ് ഗവേഷകർ വർഷങ്ങൾക്കിപ്പുറവും അന്വേഷിച്ചു, പക്ഷേ തെളിവൊന്നും കിട്ടിയില്ല. ഇന്നും തുംഗുസ്ക സ്ഫോടനം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അൺസോൾഡ് മിസ്റ്ററിയിൽ ഒന്നാണ്. സ്റ്റോറി നമ്പർ 5: വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ്. 1400കളിൽ എഴുതിയ ഒരു പുസ്തകം, ഇന്നും ആരും വായിക്കാൻ കഴിയാത്തത്. അതിന്റെ പേരാണ് വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ്. പുസ്തകത്തിലെ ഭാഷ ഒരാളും തിരിച്ചറിയാത്ത, ഭൂമിയിലെ ഭാഷകളിൽ ഒന്നുമില്ലാത്ത ആൽഫബറ്റ്സ് ആണ്. അതിനുള്ളിൽ സ്ട്രേഞ്ച് പ്ലാൻസ്, അറിയാത്ത ഔഷധങ്ങൾ, ജ്യോതിശാസ്ത്ര ഡയഗ്രാമുകൾ എല്ലാമുണ്ട്. 6000 വർഷമായി ശാസ്ത്രജ്ഞർ, ക്രിപ്റ്റോഗ്രാഫേഴ്സ്, AI എല്ലാം ശ്രമിച്ചു, പക്ഷെ ആർക്കും ഇതിനെ ഡീകോഡ് ചെയ്യാനായിട്ടില്ല. ചിലർ പറയുന്നു ഇത് ടൈം ട്രാവലേഴ്സ് എഴുതിയതാണ്, ഭാവിയിൽ നിന്നുള്ള ഒരു പുസ്തകം. മറ്റു ചിലർ പറയുന്നു ഇത് ഏലിയൻസ് തന്നെയാണ് രചിച്ചത് എന്ന്. എന്തായാലും ഇന്നും വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരൂഹ പുസ്തകങ്ങളിൽ ഒന്നാണ്. ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ടിബറ്റിലെ ലൈബ്രറി, ഇന്ത്യയിലെ ശപിക്കപ്പെട്ട ക്ഷേത്രം, പെറുവിലെ നാസ്ക ലൈൻസ്, സൈബീരിയയിലെ തുംഗുസ്ക സ്ഫോടനം, വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ്. ഈ 5 കഥകളും നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യം: മനുഷ്യരുടെ ചരിത്രം നമ്മൾ കരുതുന്നതിലപ്പുറം വലുതാണ്. ശാസ്ത്രം എല്ലാത്തിനും മറുപടി തരുന്നില്ല. ചില കാര്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി തുടരുന്നു. ഇവയെല്ലാം കേട്ട ശേഷം നിങ്ങൾക്കൊരു ചോദ്യം തോന്നിയിരിക്കുമല്ലോ: മനുഷ്യരുടെ കഥ ഒരിക്കലും മുഴുവനായി അറിയാൻ കഴിയുമോ? അവസാനം വരെ കണ്ടതിനും കേട്ടതിനും ഒരുപാട് നന്ദി. ഇത്തരത്തിലുള്ള ദുരൂഹ യാത്രകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാത്തൻ്റെ കഥാലോകം. എല്ലാവർക്കും നന്ദി.